ജനവാസ കേന്ദ്രങ്ങളിലെ ലക്ഷ്യമിടുന്ന രീതി അങ്ങേയറ്റം ഭീരുത്വം നിറഞ്ഞ നിലപാട് അവർ സ്വീകരിച്ചു പോരുന്നു. പഞ്ചാബിലെ വിവിധ വ്യോമതാവളങ്ങളെ ലക്ഷ്യമിട്ട് അതിവേഗ മിസൈൽ ആക്രമണങ്ങൾ നടത്തി. ശ്രീനഗറിലെയും അവന്തിപ്പോരയിലെയും ഉധംപൂരിലെയും വ്യോമതാവളങ്ങൾക്ക് സമീപമുള്ള മെഡിക്കൽ സെന്ററിലും സ്കൂളുകളിലും വരെ ആക്രമണം നടത്തി. ആ വിധത്തിലുള്ള പ്രകോപനമാണല്ലോ പാകിസ്ഥാൻ തുടരുന്നത്. തീർച്ചയായും അന്ന അങ്ങനെ തന്നെയാണ്. ഈ സ്കൂളുകൾ കഴിഞ്ഞ ദിവസം നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ, അതായത് കഴിഞ്ഞ രാത്രി നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ തന്നെയാണ് ഒരു സ്കൂള്, ക്രൈസ്റ്റ് സ്കൂളിലേക്ക് നടത്തിയ ആക്രമണത്തിൽ 2 വിദ്യാർത്ഥികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അത്തരത്തിൽ നിരവധിയായിട്ടുള്ള ഇന്ന് രജൌരിയിൽ നടത്തിയിട്ടുള്ള ആക്രമണം, രജൌരി എന്നൊക്കെ പറയുന്നത് കൃത്യമായ സുരക്ഷാ സംവിധാനത്തിലൂടെയാണ് ഇപ്പോൾ പോകുന്നത്. കൃത്യമായ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചുകൊണ്ട് സിവിലിയൻസിനെ ലക്ഷ്യമാക്കിയുള്ള ആക്രമണം നടത്തുമ്പോൾ അവിടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ കൂടി മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഏറ്റവും സങ്കടകരമായ വാർത്തയൊക്കെയുമാണ് ഇന്ത്യയെ സംബന്ധിച്ച് ഇന്ത്യക്ക് ലഭിക്കുന്നത്. ഇന്ത്യയുടെ സൈനിക താവളങ്ങളിലേക്കും അതോടൊപ്പം സിവിലിയൻസ് താമസിക്കുന്ന പ്രദേശങ്ങളിലേക്കും ഒക്കെ ആക്രമണം, തുടരാക്രമണങ്ങൾ നടത്തുകയാണ്. മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്ന ആക്രമണം, ഡ്രോൺ ആക്രമണം, മിസൈൽ, അതും വലിയ അത്യാധുനിക സംവിധാനങ്ങൾക്കുള്ള ഹൈസ്പീഡ് മിസൈലുകൾ ഈ സിവിലിയൻ കേന്ദ്രങ്ങളിലേക്ക് ലക്ഷ്യമാക്കിക്കൊണ്ട് നടത്തുന്നു എന്നുള്ളതാണ് ഇപ്പോൾ കേന്ദ്രം സ്ഥിരീകരിച്ചിട്ടുള്ളത്. അപ്പോൾ അത്തരം ആക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് തുടരുന്ന സാഹചര്യത്തിൽ ഇന്ത്യ കൃത്യമായിട്ടുമുള്ള പ്രതിരോധ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിർത്തി പ്രദേശങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഈ പൂഞ്ച് അടക്കമുള്ള പ്രദേശങ്ങളിൽ കൃത്യമായിട്ടുള്ള ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിർത്തി കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി അടക്കം ഈ അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുമായി കൂടിക്കാഴ്ചകൾ നടത്തിയിട്ടുണ്ട്. അവരുമായി കൃത്യമായ ആശയവിനിമയം നടത്തിയിട്ടുണ്ട്. ആ അതിർത്തി സുരക്ഷയ്ക്ക് എല്ലാവിധ സഹായവും കേന്ദ്ര സർക്കാർ പിന്തുണ അറിയിച്ചുകൊണ്ട് എല്ലാ സഹായവും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഒരു ജീവൻ പോലും പൊലിയുന്ന തരത്തിലേക്ക്, ഈ ആക്രമണങ്ങൾ പശ്ചാത്തലത്തിൽ ഒരു ജീവൻ പോലും പൊലിയാത്ത തരത്തിലേക്ക്, അത്രയും ജാഗ്രതയിലേക്ക് സംസ്ഥാനങ്ങൾ പോകണം എന്നുള്ള നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ ഗുജറാത്തിലടക്കം ജാഗ്രതാ നിർദ്ദേശം നൽകുന്നു. ഗുജറാത്തിൽ ജനങ്ങളോടൊക്കെ തന്നെയും വീടുകളിൽ ഇരിക്കുവാൻ വേണ്ടി പറയുന്നു, പുറത്തേക്ക് ഇറങ്ങരുത്, കൃത്യമായിട്ടുള്ള നിരീക്ഷണങ്ങൾ ഇവിടെ സൈന്യം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലേക്ക് ജാഗ്രതയിലേക്ക് രാജ്യം പോകുമ്പോഴും തുടരാക്രമണങ്ങൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളത് ഏറ്റവും സങ്കടകരമായ കാര്യമാണ്. ഈ സംഘർഷത്തെ ലഘൂകരിക്കാനുള്ള നീക്കങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ ഞങ്ങൾക്ക് അതിനൊന്നും താല്പര്യമില്ല എന്നുള്ളൊരു സമീപനത്തിലേക്ക് പാകിസ്ഥാൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിർത്തി മേഖലകൾ പൂർണ്ണമായും ഒരു ജനങ്ങളെല്ലാം ഭീതിയോടെ ജീവിക്കുന്ന ഒരു സമയത്തിലേക്ക് ഇപ്പോൾ കടന്നിരിക്കുന്നു. കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ തുടർച്ചയായ ആക്രമണങ്ങൾ രജൌരിയിൽ നടക്കുന്നു. നേരത്തെ രജൌരിയിൽ നിന്നുള്ള ആളുകൾ, പൂഞ്ചിൽ നിന്നുള്ള മലയാളികളടക്കം പ്രതികരിക്കുമ്പോൾ സൂചിപ്പിക്കുന്നത് ഇവിടെ കൃത്യമായിട്ടുള്ള സൈനിക വിന്യാസം അല്ലെങ്കിൽ സൈനികരൊക്കെയും കൃത്യമായ ജാഗ്രതയിലൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് ഇങ്ങനെ ആക്രമണങ്ങൾ വരുന്നത്, തുടരെയുള്ള ആക്രമണങ്ങൾ, മിസൈൽ ആക്രമണങ്ങൾ വരുന്നത് എന്നുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത്. കുറച്ചു മുമ്പ് ഇവിടെ സൂചിപ്പിച്ച പോലെ പഞ്ചാബിൽ നിന്നും ജമ്മു കാശ്മീരിൽ നിന്നും എത്തിയിട്ടുള്ള വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികൾ പങ്കുവെക്കുന്ന പല കാര്യങ്ങളും വളരെ ഭയപ്പാടിന്റെ ചിത്രങ്ങളാണ് അവർക്ക് ലഭിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം അവിടെ നിൽക്കുമ്പോൾ ബാൽക്കണിയിലടക്കം വിദ്യാർത്ഥികൾ ഈ മിസൈൽ ആക്രമണത്തെയും ഡ്രോൺ ആക്രമണങ്ങളെയും നേരിട്ട് കാണുകയായിരുന്നു. അവരുടെ അത്രയും മാനസികാവസ്ഥയിൽ, ആ വേദനിപ്പിക്കുന്ന മാനസികാവസ്ഥയിൽ നിന്നുമാണ് അവർ പെട്ടെന്ന് അവിടെ നിന്നും നാട്ടിലേക്ക് മടങ്ങുവാൻ എത്രയും പെട്ടെന്ന് തീരുമാനിക്കുകയും ഇവിടേക്ക് എത്തുകയും അതിനുവേണ്ട സംവിധാനങ്ങൾ ജനപ്രതിനിധികളും മറ്റ് ഇടത് ബഹുജന സംഘടനകളടക്കം കൃത്യമായ ഇടപെടൽ അതിൽ നടത്തുകയാണ്. കേരള ഹൗസിൽ കൃത്യമായിട്ടുള്ള ഒരു കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട്. ഈ വിദ്യാർത്ഥികൾക്കായിട്ടുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കാൻ സർക്കാർ നിർദ്ദേശം നൽകുന്നു. അത്തരത്തിൽ ഇന്ത്യയെ സംബന്ധിച്ച് എല്ലാ സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകിക്കൊണ്ട് ഒരാളെപ്പോലും, ഒരാളുടെയും ജീവനെ ബാധിക്കുന്ന, ഒരാളെയും ഭയപ്പാടിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോകാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നില്ല. മറിച്ച് ഇവരെ എല്ലാം സംരക്ഷിച്ചു നിർത്തുവാനും, എന്നാൽ പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണങ്ങൾക്ക് തിരിച്ചടിയല്ലാതെ വേറെ മാർഗമില്ല എന്നൊരു അവസ്ഥയിലേക്ക് ഇന്ത്യ എത്തിച്ചേർന്നിരിക്കുന്നു. അപ്പോഴും പാകിസ്ഥാനോട് കൃത്യമായി ആശയവിനിമയം നടത്തുകയാണ്. നിങ്ങൾ ഈ ആക്രമണങ്ങളെ ലഘൂകരിക്കുവാനുള്ള നീക്കങ്ങളിൽ അല്ലെങ്കിൽ ഒരു സമാധാന ചർച്ചയിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കടക്കണം, ആക്രമണങ്ങൾ നടത്തരുത് എന്നുള്ള നിരന്തരമായ ആവശ്യങ്ങൾ വിദേശ രാജ്യങ്ങൾ അടക്കം നടത്തുന്നു, സംഘടനകൾ നടത്തുന്നു. UN അടക്കം ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് രേഖപ്പെടുത്തുന്നു, സംഘർഷം ലഘൂകരിക്കാൻ ആവശ്യപ്പെടുന്നു. ഇതൊക്കെയും നടത്തുമ്പോഴും പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും അതിന് വേണ്ട ഒരു മറുപടിയല്ല ലഭിക്കുന്നത്. മറിച്ച് ആക്രമണത്തിന് കൂടുതൽ കോപ്പ് കൂട്ടുന്ന തരത്തിലേക്ക് പാകിസ്ഥാൻ
നടത്താൻ പോകുന്നു. ഇപ്പോൾ വിദേശകാര്യ മന്ത്രാലയം പറഞ്ഞിട്ടുള്ളത് ആ പാകിസ്ഥാൻ അതിർത്തിയിലേക്ക് സൈനിക വിന്യാസം അവർ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. സൈനിക വിന്യാസം വർദ്ധിപ്പിച്ചുകൊണ്ട് കൂടുതൽ ആക്രമണങ്ങൾ നടത്താനുള്ള ഒരു മുന്നൊരുക്കത്തിലേക്കാണ് പാകിസ്ഥാൻ പോകുന്നത് എന്നാണ് കുറച്ചു മുൻപേ വരെയും വാർത്താ സമ്മേളനത്തിലൂടെ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ കൃത്യമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് തിരിച്ചടിക്കാതെ ഇപ്പോൾ ഇന്ത്യക്ക് വേറെ മാർഗമില്ലാത്തതുകൊണ്ട് മാത്രം തിരിച്ചടികൾ ഉണ്ടാവുകയാണ്. അതും യാതൊരു മാർഗവുമില്ലാത്തതുകൊണ്ടുള്ള പ്രതിരോധമാണ് ഇന്ത്യ തീർക്കുന്നത്. റഫീഖിലും മുറീദിലും ചക്ലാലയിലും സുക്കൂറിലും ഒക്കെ യുദ്ധവിമാനങ്ങളിൽ എയർ ലോഞ്ച് ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമണം നടത്തി ഇന്ത്യ. ബസ്രൂരും സിയാൽകോട്ടും എന്നിവിടങ്ങളിൽ റഡാർ സ്റ്റേഷനുകളിലും ഇന്ത്യ തിരിച്ചടിച്ചിട്ടുണ്ട്. അവര് ഈ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ ആ വാക്കാണ് കൃത്യം. തിരിച്ചടി എന്നോണം പാകിസ്ഥാന്റെ സൈനിക കേന്ദ്രങ്ങളിൽ നിയന്ത്രിതവും കൃത്യവുമായ തിരിച്ചടി ഇന്ത്യ കൊടുത്തു എന്നാണല്ലോ. അന്ന അങ്ങനെ തന്നെയാണ്. കൃത്യമായിട്ടുള്ള തിരിച്ചടികൾ നൽകുമ്പോൾ ഈ പാകിസ്ഥാൻ നടത്തുന്ന ആക്രമണങ്ങൾക്ക് ഈ ഒരു ആക്രമണം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ ഈ പെഹൽഗാം ഉൾപ്പെടെയുള്ള ഭീകരാക്രമണം നടന്നതിന്റെ പശ്ചാത്തലത്തിൽ തിരിച്ചടി ഇന്ത്യ നടത്തുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ പോലും ഇന്ത്യ പറയുന്നത് പെഹൽഗാം ആക്രമണത്തിൽ ഏകദേശം 26ഓളം വരുന്ന നിരപരാധികളുടെ ജീവൻ ഇന്ത്യക്ക് നഷ്ടപ്പെട്ടപ്പോൾ അത്രയും വ്യാപ്തിയുള്ള ഒരു ആക്രമണം ഇതുവരെയും ഇന്ത്യ നടത്തിയിട്ടില്ല. മറിച്ച് ഇപ്പോഴും സിവിലിയൻസിന് നേരെ ആക്രമണം തുടരുന്ന ഘട്ടത്തിൽ ജനങ്ങളെ സംരക്ഷിക്കുവാൻ ഇന്ത്യയുടെ സൈനിക താവളങ്ങൾ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം ഇന്ത്യക്കുണ്ട്. അതിന്റെ ഭാഗമായി മാത്രമാണ് ഇപ്പോൾ തിരിച്ചടികൾ ഇന്ത്യ അല്ലെങ്കിൽ പ്രത്യാക്രമണങ്ങൾ ഇന്ത്യ നടത്തുന്നത് എന്നുള്ള വ്യക്തമായിട്ടുള്ള നിലപാടാണ് കേന്ദ്ര സർക്കാരും അതോടൊപ്പം സൈന്യവും വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി ആക്രമണം നടത്തുകയാണ് ഇന്ത്യക്ക് നേരെ. ശ്രീനഗറിലേക്ക് ആക്രമണം നടത്തുന്നു, ഫിറോസ്പൂരിലേക്ക്, ജലന്ധറിലേക്ക്, അങ്ങനെ നിരവധിയായിട്ടുള്ള ഈ അതിർത്തി പ്രദേശങ്ങളിലേക്ക്, ഉദ്ധംപൂരിലേക്ക് നടത്തിയിട്ടുള്ള ആക്രമണങ്ങളൊക്കെയുടെയും അതിൻ്റെയൊക്കെ വ്യാപ്തി പരിശോധിക്കുകയാണെങ്കിൽ നിരവധിയായിട്ടുള്ള സാധാരണക്കാർക്ക് വലിയ തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. ഈ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂളുകളിലേക്ക് ആക്രമണം നടത്തുന്നത്? അത് ജനങ്ങളെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ഇന്ത്യയിലുള്ള ജനങ്ങളുടെ മനസമാധാനം കടത്തുക അല്ലെങ്കിൽ അവരെ ഭയപ്പാടിന്റെ ഒരു അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുപോവുക എന്നുള്ള ലക്ഷ്യത്തിലായിരിക്കുമല്ലോ ഈ സ്കൂളുകളടക്കം ലക്ഷ്യം വെക്കുന്നത്. ഈ മതപരമായ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുന്നു. ക്രൈസ്റ്റ് വിദ്യാലയത്തിലേക്ക് കഴിഞ്ഞ ദിവസം ആക്രമണം നടത്തുന്നു. ഈ റഡാർ സംവിധാനങ്ങൾ, അതായത് പാകിസ്ഥാന്റെ റഡാർ സംവിധാനങ്ങൾ പോലും തകർക്കുന്ന നിലയിലേക്ക് ഇന്ത്യ തിരിച്ചടി നൽകിയിട്ടും എന്തുകൊണ്ടാണ് വീണ്ടും ആക്രമണം നടത്തുന്നത് എന്നുള്ളൊരു ചോദ്യം തന്നെയാണ് നിലവിൽ കേന്ദ്ര സർക്കാരും സൈന്യവും ഒക്കെ പാകിസ്ഥാനോട് പ്രതികരിക്കുന്നത്. പുലർച്ചെ 1:40 പാകിസ്ഥാൻ നടത്തിയിട്ടുള്ള ആക്രമണത്തിൽ ഹൈസ്പീഡ് മിസൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അതും സിവിലിയൻസിന് നേരെ നടത്തിയിട്ടുള്ള ഈ അതിർത്തി മേഖലകളിലേക്കാണ് ആ ഹൈസ്പീഡ് മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് ആക്രമണം നടത്തിയിട്ടുള്ളത്. ഇന്ത്യ അതിന് പകരമായി മിസൈൽ ഉപയോഗിച്ചു എന്നതിന് സ്ഥിരീകരണം കേന്ദ്ര സർക്കാർ നൽകുന്നു. വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി, സോഫിയ ഖുറേഷി എന്നിവർ അടക്കം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്ന നിയന്ത്രിതവും കൃത്യവുമായ പ്രതിരോധ മാർഗമാണ് ഇന്ത്യ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഭിന്നിപ്പ് ലക്ഷ്യമിട്ടത് അടക്കമുള്ള ആക്രമണങ്ങൾ പാകിസ്ഥാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പാകിസ്ഥാൻ കഴിഞ്ഞ ദിവസം ലക്ഷ്യമിട്ടത് രാജ്യത്തെ 26 കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടതായിരുന്നുവെന്ന് കേണൽ സോഫിയ ഖുറേഷി വാർത്താ സമ്മേളനത്തിൽ വിശദീകരിക്കുന്നു. പാകിസ്ഥാൻ പഞ്ചാബ് എയർബേസ് ലക്ഷ്യമിട്ടു. ഇന്ത്യക്കെതിരെ അതിവേഗ മിസൈലും പാകിസ്ഥാൻ ഉപയോഗിച്ചിരിക്കുന്നു. ദില്ലിയിലടക്കം രാജ്യ തലസ്ഥാനത്തടക്കം സൈറൻ മുടങ്ങിയിരിക്കുന്നു. അതീവ ജാഗ്രതാ നിർദ്ദേശത്തിലാണ് രാജ്യമാകമാനമുള്ളത്. ദില്ലിയിലടക്കം ആ അതീവ ജാഗ്രതാ നിർദ്ദേശം നിലനിൽക്കുന്നു. സ്വാതി സന്തോഷാണ് ദില്ലിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. വിശദമായി